വെൽക്കം ടു മൈ തഞ്ചാവൂർ വ്ളോഗ്. ഞാൻ ഇപ്പോൾ തഞ്ചാവൂരിലെ ബൃഹദീശ്വര ടെമ്പിളിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഈ വീഡിയോയിൽ നമുക്ക് തഞ്ചാവൂരിൽ കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. തഞ്ചാവൂർ പെരിയക്കോവിൽ എന്നറിയപ്പെടുന്ന ബൃഹദീശ്വര ടെമ്പിളിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. രാജരാജ ചോളൻ ഒന്നാമൻ ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പ് പണി കഴിപ്പിച്ചതാണ് ഈ അമ്പലം. രാവിലെ 5:30 ഈ അമ്പലം തുറക്കും. ഈ പൂക്കടകളും ആ സമയത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളിവിടെ വരികയാണെങ്കിൽ നേരത്തെ വന്നാൽ നിങ്ങൾക്ക് ഇതിനുള്ളിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വേഗം ഇറങ്ങാം. കാരണം ഇവിടെ വേഗം വെയിലാവും. അപ്പോൾ നിങ്ങളൊരു 6 മണി 6:30 ആകുമ്പോൾ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 7:00 ആകുമ്പോൾ തിരിച്ചു പോവാം. കാരണം 7:00 ഇവിടെ നല്ല വെയിലാണ്. ഇന്നത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. ഈ അമ്പലത്തിനുള്ളിലേക്ക് ക്യാമറ കയറ്റില്ല, മൊബൈൽ ഫോൺ മാത്രമേ കയറ്റുള്ളൂ. മൊബൈൽ ഫോൺ കയറ്റിയാലും ഫോട്ടോ എടുക്കാൻ മാത്രമേ സമ്മതിക്കുള്ളൂ. വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സെക്യൂരിറ്റി വന്ന് ചെക്ക് ചെയ്താൽ അതൊക്കെ ഡിലീറ്റ് ചെയ്യും. അതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോസേ എടുത്തിട്ടുള്ളൂ. ഈ അമ്പലം നിങ്ങൾ നേരിട്ട് വന്ന് കാണുക, അപ്പോഴേ നിങ്ങൾക്ക് ഇതിൻ്റെ ഭംഗിയൊക്കെ മനസ്സിലാവുള്ളൂ. ഇവിടെ ആക്ച്വലി ഏത് ആംഗിളിൽ നിന്ന് ഫോട്ടോ എടുത്താലും കാണാൻ നല്ല രസമാണ്. പക്ഷേ നിങ്ങളത് ഏർലി മോർണിംഗ് തന്നെ വരണം. വെയിൽ വന്നു കഴിഞ്ഞാൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ആക്ച്വലി ഫസ്റ്റ് ഡേ പോയപ്പം കുറച്ച് ലേറ്റായി. അപ്പം നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വേറൊരു ദിവസം രാവിലെ പോയി ഒന്നും കൂടി ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ റോഡ് ട്രിപ്പായിട്ട് കാറിലാണ് ഇങ്ങോട്ട് വന്നത്. നിങ്ങൾക്ക് ട്രെയിനിൽ വേണമെങ്കിലും വരാം. ട്രെയിനിൽ വരാൻ ഈസിയാണ്. കൊച്ചിയിൽ നിന്നൊക്കെ ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ട്രെയിനിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഏർലി മോർണിംഗ് ഇങ്ങോട്ടേക്ക് എത്താൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ അടുത്ത ദിവസം രാവിലത്തേക്കും കൂടെ രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് വരുന്നേക്കും നല്ലത്. അതാകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്നിട്ട് അടുത്ത ദിവസം രാവിലെ നേരത്തെ വന്ന് ഇതൊക്കെ കണ്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ച് പോവാം. അപ്പോൾ നിങ്ങളൊരു 2 ദിവസത്തേക്കുള്ള പ്ലാനുമായിട്ട് ഇങ്ങോട്ട് വരുന്നേക്കും നല്ലത്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് 2 ദിവസം ഇവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ഫുള്ള് കാണിക്കുന്നുണ്ട്. ഈ അമ്പലത്തിന് ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ മറ്റേ അറ്റത്ത് റൈറ്റ് സൈഡിൽ ഒരു മുരുകൻ്റെ അമ്പലമുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിൽ കല്ലിൽ ഇങ്ങനത്തെ കൊത്തുപണി കാണാം. ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ സൂചിയൊക്കെ ഇതിൽ കൂടെ പാസ് ചെയ്യാം. ഇങ്ങനത്തെ ചെറിയ ഹോൾസൊക്കെ അന്നിങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് വലിയൊരു അത്ഭുതമാണ്. ഇതുപോലെ ഇവിടെ കുറേ ഇതുപോലത്തെ കൊത്തുപണികളൊക്കെ ഉണ്ട്. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോവുക. ഇത് പൂജയൊക്കെയുള്ള അമ്പലമാണ്. ഈ മെയിൻ ഗോപുരത്തിനുള്ളിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠയൊക്കെ ഉള്ളത്. ഇത് ശിവൻ്റെ അമ്പലമാണ്. വലിയൊരു ശിവലിംഗമാണ് ഇതിനുള്ളിലുള്ളത്. ഈ സാരി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും വിചാരിക്കുന്നു. ഇത് നമ്മളുടെ ചെട്ടനാട് ട്രിപ്പിൽ വാങ്ങിച്ച സാരിയാണ്. ചെട്ടനാട് സാരി ഷോപ്പിംഗ് ബ്ലോഗിൽ ഇത് കാണിക്കുന്നുണ്ട്. ചെട്ടനാട് ട്രിപ്പിൻ്റെ വീഡിയോസ് കണ്ടിട്ട് കുറേ പേര് എന്നോട് തഞ്ചാവൂരിൻ്റെ ഡൗട്ട്സൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ തഞ്ചാവൂർ എനിക്ക് ഇപ്പോഴാണ് പോകാൻ പറ്റിയത്, ഏകദേശം 1 വർഷത്തിന് ശേഷം. ഈ ഒരു സമയത്തൂടെ ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് വിൻ്റർ ടൈമിൽ വരുന്നേക്കും നല്ലത്. അപ്പം ചൂടിന് ചെറിയൊരു കുറവുണ്ടാവും. അവിടുന്ന് പിന്നെ ഞങ്ങൾ പോയത് തഞ്ചാവൂർ പാലസിലേക്കാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് റോയൽ പാലസ് മ്യൂസിയം, പിന്നെ ആർട്ട് ഗാലറി, ദർബാർ ഹാൾ, സരസ്വതി മഹൽ ലൈബ്രറി ഇതെല്ലാം ഉള്ളത്. റൈറ്റ് സൈഡിലെ ഈ ബിൽഡിംഗാണ് ബെൽ ടവർ. ഇതിന് മേലേക്ക് കയറാൻ സമ്മതിക്കില്ല. ഞങ്ങളിപ്പോൾ മെറാത്ത പാലസിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ തന്നെയാണ് ഇവിടുത്തെ ആർട്ട് ഗാലറി ഉള്ളത്. ഞാൻ കാണിച്ചു തരാം. ആർട്ട് ഗാലറിയിൽ ഇങ്ങനത്തെ കുറേ ശില്പങ്ങളാണ് ഉള്ളത്. ചോള കാലഘട്ടത്തിലെ ഗ്രാനൈറ്റ് ശില്പങ്ങളാണ് ഈ ആർട്ട് ഗാലറിയിൽ ഉള്ളത്. പിന്നെ മ്യൂസിയത്തിൽ കുറേ ബ്രോൺസ് സ്റ്റാച്യൂസൊക്കെ ഉണ്ട്. ഇതെല്ലാം ചോള, പാണ്ഡ്യ, നായക് കാലഘട്ടത്തിലെ ശില്പങ്ങളും ഒക്കെയാണ്. പിന്നെ ഇതിൻ്റെ സീലിങ്ങിൽ ഇതുപോലെ കുറേ പെയിൻറ്റിങ്സൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് സരസ്വതി മഹൽ ലൈബ്രറിയിലേക്ക് പോകുന്നത്. ഇതിനുള്ളിൽ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. ഇവിടെയും സീലിങ്സിലൊക്കെ കുറേ പെയിൻറ്റിങ്സൊക്കെ ഉണ്ട്. നിങ്ങളെന്തായാലും ഉള്ളിൽ കയറി കാണുക. ഈ സരസ്വതി ലൈബ്രറീൻ്റെ ഉള്ളിൽ ഒരു മ്യൂസിയം ഉണ്ട്. അവിടെ വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. അവിടെ ഈ കുറേ പണ്ട് കാലത്തുള്ള ഈ പാം ലീഫിൽ എഴുതിയ രാമായണം വരെ ഉണ്ട്. അങ്ങനെ ഭയങ്കര ഒരു സെറ്റപ്പ് മ്യൂസിയമാണ്. എന്തായാലും വന്നാൽ കാണണം. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് തഞ്ചാവൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ശ്രീ ആര്യഭവൻ റെസ്റ്റോറൻറ്റിലാണ് പോയത്. ഇവിടെ ആക്ച്വലി നല്ല ഫുഡായിരുന്നു. ഞങ്ങൾ ലഞ്ച് മാത്രമല്ല ഒരു ദിവസം ഡിന്നറും ഇവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ തഞ്ചാവൂർ വരുമ്പോൾ എന്തായാലും ഇവിടെ ഒരു പ്രാവശ്യമെങ്കിലും കയറി നോക്കണം. ഇതിൽ കുറേ ഐറ്റംസ് ഉണ്ട്. ചോറ് വരുന്നതിന് മുന്നേ കഴിക്കാൻ ഒരു നാൻ പോലെ സാധനമുണ്ട്. പനീർ കറിയാണ്.
ലാസ്റ്റ് ഒരു ഇളനീരെല്ലാം ഉണ്ട്. ലാസ്റ്റ് അവർ ഐസ്ക്രീമും ഗുലാബ് ജാമുൻ പിന്നെ ഈ ജ്യൂസും ഇതൊക്കെ തന്നു. ഇതൊക്കെ ഈ മീൽസ് ഇൻക്ലൂഡഡ് ആണ്. 390 ആണെന്ന് റേറ്റ് വരുന്നത് മൊത്തം തഞ്ചാവൂർ മീൽസിൻ്റെ. ഇവിടെ ആക്ച്വലി ഈ സമയത്ത് ഭയങ്കര ചൂടാണ്, അതായത് ഈ സീസണാണ് ഉദ്ദേശിച്ചത്. അപ്പം ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ റൂമിൽ കിടക്കുകയായിരുന്നു, കാരണം വെയിൽ കാരണം അങ്ങോട്ട് ഇറങ്ങാനും ബുദ്ധിമുട്ട്. അപ്പോൾ ഒരു 5 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോഴാണ് ചൂടൊന്ന് കുറഞ്ഞത്. ഇപ്പോൾ ഒരു ചെറിയ ചൂടേ ഉള്ളൂ. പിന്നെ വെയിലൊക്കെ പോയി. സമയമാണെങ്കിൽ 6 മണിയൊക്കെ ആവാനായി. ഞങ്ങളിപ്പം മാരിയമ്മൻ കോവിലിൽ വന്നതാണ്. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ടെമ്പിളാണ്. ഭക്തന്മാരൊക്കെ ഈ തഞ്ചാവൂർ വന്നു കഴിഞ്ഞാൽ ഈ മാരിയമ്മൻ കോവിലും എന്തായാലും വരുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഇത് ഇവിടെ നിന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഈ അമ്പലത്തിൻ്റെ എൻട്രൻസിൽ കുറേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഈ തഞ്ചാവൂർ തലയാട്ടി ബൊമ്മയും അങ്ങനെ കുറേ കാര്യങ്ങൾ. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇങ്ങനത്തെ ഒരു കുളമൊക്കെ ഉണ്ട്, പക്ഷെ അതിങ്ങനെ അടച്ചിട്ടിരിക്കുകയാണ്. അത് നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. ഇത് സാധാരണ തമിഴ്നാട്ടിലൊക്കെ കാണുന്ന ഒരു സ്റ്റൈൽ അമ്പലമാണ്. അപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ മാത്രം പോവുക, അല്ലാതെ ഒരു ഭയങ്കര വ്യത്യസ്തമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. മാരിയമ്മൻ കോവിലിൽ നിന്ന് തിരിച്ചു പോന്നപ്പം ഞങ്ങൾ വീണ്ടും തഞ്ചാവൂർ പെരിയ കോവിലേക്ക് വന്നു. ഇവിടെ ആക്ച്വലി നിങ്ങൾ വൈകുന്നേരം ഒന്ന് വരണം, അപ്പോൾ ഇവിടെ ഫുൾ ലൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. ഞങ്ങൾ ആക്ച്വലി വന്ന അന്ന് ഇവിടെ ഒരു ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു. വൈരാഹി ഫെസ്റ്റിവൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ കുറേ ഡാൻസ് പ്രോഗ്രാംസും നിറയെ ആൾക്കാരൊക്കെ ആയിരുന്നു. നിങ്ങൾ എന്തായാലും ഈവനിങ് ഒന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് ടെമ്പിളിൽ ലൈറ്റ് അപ്പ് ചെയ്തിരിക്കുന്നത് കാണാം. അത് കാണാനൊരു പ്രത്യേക രസമാണ്. നിങ്ങൾ പകൽ കണ്ടൊരു വ്യൂ ആയിരിക്കില്ല രാത്രി. ഈ അമ്പലത്തിൽ ഏത് സമയം നല്ല കാറ്റാണ്. രാത്രി വന്നാൽ നിങ്ങൾക്ക് നല്ല കാറ്റും ഉണ്ടാവും, ചൂടും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ സമാധാനമായിട്ടെല്ലാം കാണാൻ പറ്റും. രാത്രി ഒരു 8:30-9 മണിയാകുമ്പോഴത്തേക്കും അമ്പലം അടയ്ക്കും. ഈ പെരിയകോവിലിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് പാർക്കിംഗ് ആണ്. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഇങ്ങനെ കുറേ ഷോപ്സ് ഉണ്ട്, കുറേ ഈ തഞ്ചാവൂർ തലയാട്ടി ബൊമ്മയൊക്കെ വിൽക്കുന്നത്. ഇവിടെയൊക്കെ ആക്ച്വലി അത്യാവശ്യം നല്ല റേറ്റ് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ അമ്പലത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ റോഡ് സൈഡിൽ കുറേ പേര് വിൽക്കുന്നുണ്ടാവും ഈ സെയിം ബൊമ്മകളൊക്കെ. നിങ്ങൾ അവിടെ നിന്ന് വാങ്ങുന്നേക്കും കുറച്ചും കൂടി റീസണബിൾ റേറ്റ്. പിന്നെ ഇവിടെ ഫുഡ് കഴിക്കാൻ പറ്റിയ വേറൊരു ഓപ്ഷനാണ് A to B അടയാർ ആനന്ദ് ഭവൻ. ഇത് വെജ് റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയും വരാം. ഇവിടുത്തെ ഫുഡും ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കൂടുതലും വെജ് കഴിക്കുന്നതുകൊണ്ട് വെജ് റെസ്റ്റോറൻറ്റ്സ് ആണ് കൂടുതലും ട്രൈ ചെയ്തിട്ടുള്ളത്. ഇവിടെ ആക്ച്വലി ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്രൈ ചെയ്യാം. വെജിൽ എനിക്ക് ശ്രീ ആര്യഭവൻ തന്നെയാണ് ഏറ്റവും ഇഷ്ടമായത്. ഇനി നിങ്ങൾക്ക് നോൺ വെജ് വേണ്ടെങ്കിൽ ഈ ബാർബിക്യൂൺ റെസ്റ്റോറൻറ്റ് നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് വേണമെങ്കിൽ വരാം. നെക്സ്റ്റ് ഞങ്ങൾ കുംഭകോണത്തേക്കാണ് പോകുന്നത്. കുംഭകോണം തഞ്ചാവൂർ ജില്ലയിൽ തന്നെയുള്ളൊരു സ്ഥലമാണ്. തഞ്ചാവൂർ ടൗണിൽ ഒരു 3/4 മണിക്കൂർ റേഞ്ച് ദൂരമേ ഉള്ളൂ അങ്ങോട്ടേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ബസ്സിലാണ് പോകണമെങ്കിൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ബസ് കിട്ടും. കുംഭകോണം ടൗണിൽ എത്തുന്നതിന് കുറച്ച് മുന്നിലുള്ളൊരു സ്ഥലമാണ് ധാരാസുരം. അവിടുത്തെ ഐരാവതേശ്വര ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞങ്ങൾ ധാരാസുരത്തുള്ള ഐരാവതേശ്വര ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. നിങ്ങളെന്തായാലും ഈ ഒരു സമയത്ത് എന്തായാലും വരണ്ട, ഒരു ഒക്ടോബറൊക്കെ ആയിട്ട് വന്നാൽ മതി, അല്ലെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും. ഈ അമ്പലത്തിനുള്ളിലേക്കും ഫോൺ മാത്രമേ കയറ്റുള്ളൂ. അതുകൊണ്ട് ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ലെന്നാണ് അവർ പറഞ്ഞത്, പക്ഷെ എല്ലാവരും എടുക്കുന്നൊക്കെ ഉണ്ട്. ഇതൊരു ശിവൻ്റെ അമ്പലമാണ്. ഇത് നമ്മുടെ ബൃഹദീശ്വര ടെമ്പിൾ പോലെ അത്ര വലുപ്പമൊന്നുമില്ല, ചെറിയൊരു ഏരിയയിലാണ്. പക്ഷേ ഇവിടുത്തെ ഒരു ഫേമസ് ആയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ കാവിങ്സ് ആണ്. ഇത്രയും കാവിങ്സ് ഇവിടെ വേറെ അധികം അമ്പലങ്ങളിലൊന്നും ഇല്ല. ഈ ക്ഷേത്രം 12-ാം നൂറ്റാണ്ടിൽ രാജരാജ ചോളൻ 2-മനാണ് നിർമ്മിച്ചത്. ഇതും യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. ഈ അമ്പലത്തിൻ്റെ റൂഫിൽ വരെ ഇങ്ങനത്തെ കൊത്തുപണികളാണ്. ഇവിടെ എവിടെ നോക്കിയാലും ഭയങ്കര കൊത്തുപണികളാണ്. ഇന്ദ്രൻ്റെ ആനയായ ഐരാവതം ഇവിടെ ശിവനെ ആരാധിച്ചു പോന്നു എന്ന വിശ്വാസത്തിൽ നിന്നാണ് ഈ ക്ഷേത്രത്തിന് ഐരാവതേശ്വര ക്ഷേത്രം എന്ന പേര് വന്നത്. ഈ അമ്പലത്തിലൊരു ഫേമസ് ആയ കൊത്തുപണിയാണ് ഈ കാണുന്നത്. ഇവിടെ ഈ ലെഫ്റ്റ് സൈഡ് മറിച്ച് വെക്കുകയാണെങ്കിൽ ആനയായിട്ടും റൈറ്റ് സൈഡ് മറിച്ച് വെക്കുകയാണെങ്കിൽ പശുവായിട്ടുമാണ് തോന്നുക. ഇത് അമ്പലത്തിലേക്ക് കയറി ചെല്ലുമ്പം റൈറ്റ് സൈഡിൽ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, അതിൻ്റെ അടുത്തായിട്ടാണ് ഉള്ളത്. അമ്പലത്തിൻ്റെ എൻട്രൻസിൽ തന്നെയാണ് ഈ സപ്തസ്വര പടികളുള്ളത്.
ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓരോ പടികളിൽ തട്ടുമ്പം നമ്മൾ സപ്തസ്വരങ്ങൾ കേൾക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഇതിപ്പോൾ ഗ്രില്ലുകൊണ്ട് മൂടി വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കുറേ മുന്നേ ഇത് ഓപ്പൺ ആയെന്ന് തോന്നുന്നു. ഈ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഒരു നെയ്ത്ത് ഗ്രാമുണ്ട്. അവിടെ എല്ലാ വീട്ടിലും സാരി നെയ്യുന്നുണ്ട്. അതൊക്കെ ഞാൻ തഞ്ചാവൂർ സാരി ഷോപ്പിംഗ് വീഡിയോയിൽ ഇടാനാണ് വിചാരിക്കുന്നത്. കുംഭകോണത്തിൽ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രീ ബാലാജി ഭവനിലാണ് വന്നത്. ഇതാണ് ഇവിടുത്തെ ഫേമസ് റെസ്റ്റോറൻ്റ് എന്നാണ് പറഞ്ഞു കേട്ടത്. ഇവിടുന്ന് നമുക്ക് കുംഭകോണം മീൽസ് കഴിക്കാം. ഞാൻ ഇപ്പോൾ പോകാൻ പോകുന്നത് ഈ കുംഭകോണത്തെ ഏറ്റവും സ്പെഷ്യലായ ഒരു കാര്യമാണ് കുംഭകോണം ഡിഗ്രി കോഫി. ഈ സ്ഥലത്ത് ഏറ്റവും സ്പെഷ്യലായിട്ട് കിട്ടുന്ന ഈ കുംഭകോണം ഡിഗ്രി കോഫി ഒരു മംഗളാംബിക പറഞ്ഞൊരു ഷോപ്പിലാണ്. ഒരു 100-ന് മുകളിൽ വർഷം പഴക്കമുള്ള ഷോപ്പാണ്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ പോകുന്നത്. ഇതൊരു അമ്പലത്തിൻ്റെ ഒക്കെ അടുത്തുള്ള സ്ട്രീറ്റ്, അത് ഞാൻ കാണിച്ചു തരാം. ഈ കോഫി കാണാൻ ഫിൽറ്റർ കോഫി പോലെ ഇരിക്കെങ്കിലും അതിന് ആ ടേസ്റ്റ് അല്ല ഉള്ളത്. ഇതിൽ പാല് കുറച്ച് കൂടുതലാണ്, അതുകൊണ്ട് ഒരു ക്രീമി ആയിട്ടുള്ള ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ വരുമ്പോൾ എന്തായാലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്ക്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ പോകുന്നത് ഗംഗൈക്കൊണ്ട ചുളവരത്താണ്. അത് ആക്ച്വലി തഞ്ചാവൂർ ഡിസ്ട്രിക്റ്റിനുള്ളിൽ പെട്ടതല്ല, പക്ഷേ കുംഭകോണത്ത് നിന്ന് ഒരു 40 മിനിറ്റോളം ദൂരമൊക്കെ ഉള്ളൂ. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾ അവിടെയും കൂടെ വിസിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ വിസിറ്റ് ചെയ്യാം. രാജേന്ദ്ര ചോളൻ ഒന്നാമനാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇതും യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. ഈ അമ്പലം കാണാൻ നമ്മുടെ തഞ്ചാവൂർ പെരിയ കോവിലിൻ്റെ പോലെയാണെന്നാണ് എല്ലാവരും പറയാറ്. നിങ്ങളൊരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. അതാകുമ്പം അത്ര ചൂടും വെയിലൊന്നും ഉണ്ടാവില്ല. ഇവിടെയും അത്യാവശ്യം നല്ല കാറ്റുണ്ടായിരുന്നു. ഇവിടെയുള്ള ഈ അമ്പലങ്ങളിലൊക്കെ ഒന്നെങ്കിൽ രാവിലെ നേരത്തെ വരിക, അല്ലെങ്കിൽ വൈകുന്നേരം വെയിലാറിയിട്ടേ വരാൻ പറ്റുള്ളൂ. കാരണം നല്ല ചൂടായതുകൊണ്ട് ഈ നിലത്തുള്ള കല്ലുകളിലൊക്കെ ഭയങ്കര ചൂടായിരിക്കും. അവരൊരു മാറ്റ് വിരിച്ചിട്ടുണ്ടെങ്കിലും അതുപോലെ നല്ല ചൂടായിരുന്നു വെയിലത്ത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്ത് വരുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് കുറച്ചുകൂടി ടൈം സ്പെൻഡ് ചെയ്യണമെങ്കിലും വെയിലില്ലാത്ത ടൈമായിരിക്കും നല്ലത്. എനിക്ക് ഈ അമ്പലം കണ്ടിട്ട് തഞ്ചാവൂർ പെരിയ കോവിലിൻ്റെ ഒരു മിനി വേർഷനായിട്ടാണ് ഫീൽ ചെയ്തത്. ഞാൻ ഒരു ന്യൂസ് കണ്ടു, സെപ്റ്റംബർ 1 തൊട്ടിട്ട് തമിഴ്നാട്ടിലെ എല്ലാ അമ്പലങ്ങളും മൊബൈൽ നിരോധിക്കാൻ പോവുകയാണെന്ന്. അത് നിലവിൽ വരികയാണെങ്കിൽ നമുക്ക് പിന്നെ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ മധുര മീനാക്ഷി പോലത്തെ ടെമ്പിളിലൊക്കെ ഓൾറെഡി മൊബൈൽ കയറ്റില്ല. ഇനി അതേപോലെ ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ ചോളപുരത്ത് നിന്ന് തഞ്ചാവൂരിലേക്ക് തിരിച്ചു പോയി. ഞങ്ങൾക്ക് 2 ഫുൾ ഡേയ്സ് ഉള്ളതുകൊണ്ട് തഞ്ചാവൂർ ടൗണും പിന്നെ കുംഭകോണം അങ്ങനെയാണ് കണ്ടു തീർത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെട്ടിനാടും കൂടെ ക്ലബ്ബിൽ കാണാം. തഞ്ചാവൂരിൽ നിന്ന് ഒരു 1.5-2 മണിക്കൂർ ദൂരമുള്ളൂ ചെട്ടിനാടേക്ക്. അപ്പോൾ നിങ്ങൾക്ക് അതാണ് താല്പര്യമെങ്കിൽ ഒരു ദിവസം അങ്ങോട്ടേക്കും പ്ലാൻ ചെയ്യാം. ഈ ട്രിപ്പിൽ ഞാൻ കുറേ സ്ഥലത്ത് സാരി ഷോപ്പിങ്ങിന് വേണ്ടി കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കുറേ ഉള്ളതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടാൻ വിചാരിക്കുന്നത്. ഇതാണ് ഞങ്ങൾ താമസിച്ച ഹോട്ടൽ, ട്രീബോൻ്റെ ലാ ഓർക്കിഡ്. ഇവിടെ ഞങ്ങൾക്ക് 3 ദിവസത്തേക്കും കൂടി 10,000 രൂപേൻ്റെ അടുത്താണ് ആയത്. അതിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആയിരുന്നു. ഇവിടെ റൂമൊക്കെ നീറ്റായിരുന്നു, ഫുഡും കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ വിളിച്ച് നോക്കി ബുക്ക് ചെയ്യുക. വീക്കെൻഡും വീക്ക് ഡേ ഒക്കെ റേറ്റ് വ്യത്യാസം ഉണ്ടാവും. ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ വിളിച്ചിട്ട് ബുക്ക് ചെയ്താൽ മതി നിങ്ങൾ. ആക്ച്വലി തഞ്ചാവൂർ കുറേ ഹോട്ടൽസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്ത് വന്നിട്ടില്ലെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ഹോട്ടൽ കിട്ടാതിരിക്കില്ല. പിന്നെ സീസണൊക്കെ ആണെങ്കിൽ നല്ലതൊക്കെ ഫില്ലായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് വരിക. ഹോട്ടലിൽ ചെക്കൗട്ടിൽ ഇറങ്ങുകയാണ്, തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഷോപ്പ് ചെയ്ത് എല്ലാത്തിൻ്റെയും വീഡിയോ ഞാൻ സെപ്പറേറ്റ് വ്ളോഗായിട്ടാണ് ചെയ്യുന്നത്. അത് ഇറങ്ങിയിട്ടാണ് നിങ്ങളത് കാണുന്നതെങ്കിൽ അതിൻ്റെ ലിങ്ക് ഇവിടെ സൈഡിലുണ്ടാവും. നിങ്ങൾ ഈ വീഡിയോയിലും കണ്ടിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാൻ ഞാൻ റിപ്ലൈ തരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.